ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പം കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത് കഴിഞ്ഞു, അതായത് പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ അക്കൗണ്ട് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. അപ്പം എസ് എ ക്വസ്റ്റ്യനായിട്ട് എക്സാമിനെല്ലാം ചോദിക്കുന്ന ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യന് ശരിക്കും ഓരോ ഐറ്റവും ഏതിലാണ് വരിക എന്നുള്ളത് നമ്മൾ നന്നായിട്ട് തന്നെ നോക്കിയതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ക്വസ്റ്റ്യൻ വെച്ചിട്ട് എങ്ങനെ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു, അതിൻ്റെ കാൽക്കുലേഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നോക്കിയതാണെങ്കിലും നമ്മളിപ്പം ട്രേഡിംഗ് ഫൈനൽ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് ഫൈനൽ അക്കൗണ്ടിൽ വരുന്നതാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒന്നിച്ചാണ് നമ്മൾ എഴുതുന്നത്. ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ബാലൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഫോർവേഡ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയായിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ചെയ്യുന്നു. അപ്പം ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇയർ എൻഡഡ് ഓൺ 31st December 2002. നമ്മളെ ക്വസ്റ്റ്യനിലുള്ള ഫിനാൻഷ്യൽ ഇയർ എൻഡിങ് എന്നാണ് 2002 ഡിസംബറിലാണ്. ആ ഡേറ്റ് എന്ത് ചെയ്യണം, നമ്മൾ ഹെഡിങ്ങിൽ കാണിച്ചിരിക്കണം, ബാലൻസ് ഷീറ്റിലാണെങ്കിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിലും. അപ്പം ഇതിന് ഏതൊരു അക്കൗണ്ട് ആണെങ്കിലും രണ്ട് സൈഡാണ്, ഡെബിറ്റ് സൈഡ്, ക്രെഡിറ്റ് സൈഡ്. ഡെബിറ്റ് സൈഡിൽ പെർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട്, അതേപോലെ ക്രെഡിറ്റ് സൈഡിലും പെർട്ടിക്കുലേഴ്സ് കോളം എമൗണ്ട്. ഇത് ക്രെഡിറ്റ് സൈഡിൽ ക്രെഡിറ്റ് എമൗണ്ടും ഡെബിറ്റ് സൈഡിൽ ഡെബിറ്റ് എമൗണ്ടും എൻ്റർ ചെയ്യുന്നു. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചതെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യനാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അനലൈസ് ചെയ്ത് കഴിഞ്ഞത്. അപ്പം ഇത് ട്രേഡിങ്ങിലേക്ക് ഏതൊക്കെ ഐറ്റം വരും എന്നുള്ളത് നമ്മൾ ശരിക്കും നോക്കി വെച്ചതാണ്. ഇപ്പം ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൽ തുടങ്ങിയിട്ട് ക്ലോസിംഗ് സ്റ്റോക്കിൽ എൻഡ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റാണ്, എൻഡ് ചെയ്യുന്ന അക്കൗണ്ടാണ് ട്രേഡിംഗ് അക്കൗണ്ട്. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൽ എങ്ങനെ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എഴുതുകയാണെങ്കിലും ഫസ്റ്റ് വരുന്ന ഐറ്റം എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക്. ഫസ്റ്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുന്നു. പിന്നെ പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്. അപ്പം ക്വസ്റ്റ്യനിലുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണെന്നുള്ളത്. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഡേറ്റ് ഇട്ടിട്ട് തന്നെ തന്നിട്ടുണ്ട്. സ്റ്റോക്ക് 1/1/2002 16,000. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓപ്പണിംഗ് സ്റ്റോക്കിനോട് കൂടിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. ഓപ്പണിംഗ് സ്റ്റോക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് മാറ്റുന്നു. 16,000 ഓപ്പണിംഗ് സ്റ്റോക്ക്. നെക്സ്റ്റ് നമ്മൾ എഴുതുന്നത് പർച്ചേസാണ്. പർച്ചേസിന് ഗുഡ്സ് വാങ്ങിയതാണല്ലോ പർച്ചേസ്. പർച്ചേസിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പർച്ചേസിൻ്റെ എമൗണ്ട് ഇന്നർ കോളത്തിൽ എഴുതണം. അതായത് എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതുന്നതിന് മുന്നേ ഇവിടെ പർച്ചേസ് എമൗണ്ട് എഴുതിയിട്ട് അതിൽ നിന്ന് എന്തെങ്കിലും റിട്ടേൺ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്തതിൻ്റെ ശേഷം എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതാം. ഇവിടെ നമുക്ക് റിട്ടേൺസ് ഉണ്ട്. ഇതിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എന്ത്, റിട്ടേൺസ്. ഇവിടെ പറയുന്നുണ്ട് റിട്ടേൺസ് 10,000ഉം 8,000ഉം രണ്ട് റിട്ടേൺസ് പറയുന്നുണ്ട്. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത സമയത്ത് നോക്കിയതാണ് ഡെബിറ്റ് സൈഡ്. ഇത് ഡെബിറ്റ് സൈഡും ഇത് ക്രെഡിറ്റ് സൈഡും ആണല്ലോ. ഈ ഡെബിറ്റ് സൈഡിലുള്ള എമൗണ്ട് എന്ത് റിട്ടേൺ ആയിരിക്കും, സെയിൽസ് റിട്ടേൺ ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിലുള്ള എമൗണ്ട് പർച്ചേസ് റിട്ടേണും ആയിരിക്കും. സെയിൽസ് റിട്ടേൺ ഉണ്ടെങ്കിൽ സെയിൽസിൽ നിന്ന് മൈനസ് ചെയ്യണം. പർച്ചേസ് റിട്ടേൺ ആണെങ്കിൽ പർച്ചേസിൽ നിന്നും റിട്ടേൺ മൈനസ് ചെയ്യണം. ഇവിടെ നമുക്ക് ബാലൻസ് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളതിന് പർച്ചേസിന് എന്ത് ബാലൻസ് ആയിരിക്കും, എന്ത് ബാലൻസിങ് എമൗണ്ട് ആയിരിക്കും, ഇവിടെ നമുക്കറിയാം ഡെബിറ്റ് എമൗണ്ട് ആണ്. അപ്പം പർച്ചേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺസ്. അപ്പോൾ പർച്ചേസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ പർച്ചേസ് റിട്ടേണിൻ്റെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. സെയിൽസിന് ക്രെഡിറ്റ് ആണെങ്കിൽ സെയിൽസ് റിട്ടേൺ എന്തായിരിക്കും, ഡെബിറ്റിലായിരിക്കും. പർച്ചേസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പർച്ചേസ് റിട്ടേൺസ്, അതായത് വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതേപോലെ സെയിൽസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സെയിൽസ് റിട്ടേൺ. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഗുഡ്സ് വിറ്റു, സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിറ്റ ഗുഡ്സ് എന്തെങ്കിലും കാരണത്താൽ അത് തിരിച്ചു വരുന്നതാണ് റിട്ടേൺ ഇൻവേർഡ് അല്ലെങ്കിൽ സെയിൽസ് റിട്ടേൺ. അതാണ് ഈ 10,000 ഇവിടെ. സെയിൽസ് റിട്ടേണിന് വേറൊരു പേര് നമ്മൾ പറയുന്നുണ്ട് റിട്ടേൺ ഇൻവേർഡ്സ്. അതേപോലെ പർച്ചേസ് റിട്ടേണിന് വേറൊരു പേരുണ്ട് റിട്ടേൺ ഔട്ട്വേർഡ്സ്. അപ്പം ഇവിടെ നമ്മൾ പർച്ചേസിൽ നിന്നും കുറയ്ക്കേണ്ടത് എന്താണ്, ഈ 8,000 ആണ്.
പർച്ചേസ് ഡെബിറ്റ് ബാലൻസ് ആണ്. അതിൽ നിന്നും പർച്ചേസ് എത്രയാണ് എമൗണ്ട് നോക്കണം. പർച്ചേസിൻ്റെ എമൗണ്ട് 80,000. 80,000 നിന്നും ലെസ് റിട്ടേൺസ്. റിട്ടേൺസ് 8,000 ആണ് റിട്ടേൺസ്. അപ്പം 72,000 മാത്രമേ എന്തുണ്ടാവുന്നുള്ളൂ, പർച്ചേസിൻ്റെ നെറ്റ് എമൗണ്ട് ഉണ്ടാവും, ഇതിലേക്ക് മാറ്റേണ്ടതുള്ളൂ. നെക്സ്റ്റ് നമ്മൾ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് ഉണ്ടെങ്കിൽ അതും ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. ഇതിൽ ഈ തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്, ഇവിടെ ഒന്നും ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. നമുക്കിവിടെ തരുന്ന സമയത്ത് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇവിടെ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്, ക്യാരിയേജ്. അതായത് ക്യാരിയേജ് എന്ന് മാത്രമോ അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡ് എന്നോ പറയുകയാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യണം. എന്നാൽ ക്യാരിയേജ് ഔട്ട്വേർഡ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. അത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ക്യാരിയേജോ അല്ലെങ്കിൽ ക്യാരിയേജ് ഇൻവേർഡോ ട്രേഡിംഗ് അക്കൗണ്ടിലാണ് വരുന്നത്. ക്യാരിയേജ് ഔട്ട്വേർഡ് എന്നാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും. പിന്നെ വേജസ് ഉണ്ടെങ്കിൽ അതും ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. ഫ്രൈറ്റ്, ഇതേപോലെ ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്തൊക്കെയാണോ അതെല്ലാം ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ഈ തന്ന ക്വസ്റ്റ്യനിൽ ഒരു ഡയറക്റ്റ് എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ, അതാണ് ക്യാരിയേജ്. അത് നമ്മളിവിടെ എൻട്രി ചെയ്യുന്നു. ക്യാരിയേജ് എമൗണ്ട് 2,000. ക്യാരിയേജിൻ്റെ എമൗണ്ട് 2,000. അപ്പം ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റംസ് എല്ലാം നമ്മൾ എഴുതി. ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസിൽ നിന്ന് റിട്ടേൺ കുറച്ചു. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ ക്യാരിയേജ് മാത്രമേ ഉള്ളൂ, അതും എൻട്രി ചെയ്തു. പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസും ക്ലോസിംഗ് സ്റ്റോക്കും മാത്രമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഇതും ഇതേപോലെ സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സെയിൽസിൽ നിന്നും മൈനസ് ചെയ്യണം. അപ്പം സെയിൽസ് നമ്മൾ എഴുതുന്നു. സെയിൽസിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുവച്ചതാണ്. അത് റിട്ടേൺ ഉള്ളത് കൊണ്ട് തന്നെ ഇന്നർ കോളത്തിൽ എഴുതിയാൽ മതി. അപ്പം സെയിൽസിൽ നിന്നും എന്ത് ചെയ്യണം, റിട്ടേൺസ്, അതായത് സെയിൽസ് റിട്ടേൺസ് മൈനസ് ചെയ്യണം 10,000. 10,000 മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, 95,000 നെറ്റ് എമൗണ്ട് കിട്ടും. അപ്പോൾ സെയിൽസിൻ്റെ എമൗണ്ട് നമ്മൾ കണ്ടുവച്ചതാണ്. 1,05,000 ആണ് സെയിൽസ്. അതിൽ നിന്നും സെയിൽസ് റിട്ടേൺ ആയിട്ടുള്ള 10,000 മൈനസ് ചെയ്യുന്നു. അപ്പം സെയിൽസ് റിട്ടേണും മൈനസ് ചെയ്തു. പിന്നെ എന്താണ് അതിൽ വരുന്നത്, പിന്നെ ലാസ്റ്റ് ഐറ്റമാണ് എന്ത്, ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് എപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റിലായിരിക്കും കൂടുതലും തന്നിട്ടുണ്ടാവുക. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് എന്ത്, ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് 25,000. ഈ ക്ലോസിംഗ് സ്റ്റോക്കാണ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും എടുക്കുന്നത്. അതായത് ബിസിനസ്സിലെ ക്ലോസിംഗ് ഡേറ്റിലുള്ള സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും നമ്മൾ മുന്നത്തെ ഓരോ ക്ലാസ്സിലും ഡീറ്റെയിൽ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റുകൾ മാത്രം വെച്ചിട്ട് ക്ലാസ് ചെയ്തതാണ്. അപ്പം ആ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ക്ലാസ്സുകളെല്ലാം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ കഴിയും. അപ്പം ഇവിടെയും നമ്മൾ പറയുകയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും. അപ്പം 25,000 ക്ലോസിംഗ് സ്റ്റോക്ക് വരുന്നുണ്ട്. 25,000 ഇത്രയുമാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രേഡിംഗ് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. ബാലൻസ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂടുതലുള്ളത് ഏത് സൈഡാണോ അതായിരിക്കും ടോട്ടലായിട്ട് നമ്മൾ എഴുതുന്നത്. അപ്പം ഇതാണ് കൂടുതലുള്ളത് 1,20,000. ഈ സൈഡാണ് കൂടുതൽ 1,20,000. അത് തന്നെ ഇങ്ങോട്ട് മാറ്റി എഴുതുന്നു 1,20,000. ഇനി എന്ത് ചെയ്യണം, ഈ 1,20,000 നിന്നും ഡെബിറ്റ് സൈഡിലുള്ള എല്ലാ എമൗണ്ടുകളും ഈ 1,20,000 നിന്നും മൈനസ് ചെയ്യണം. 1,20,000 മൈനസ് 2,000 മൈനസ് 72,000 മൈനസ് 16,000. ഇങ്ങനെ ചെയ്ത് കിട്ടുന്നതാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് 30,000 കിട്ടും. ഗ്രോസ് പ്രോഫിറ്റ് C/D, അതായത് ക്യാരി ഡൗൺ, കുറവുള്ള ഭാഗത്താണ് നമ്മൾ C/D എഴുതുന്നത്. ഇനി ഇത്രയുമാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഈ ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് എന്ത്, ഗ്രോസ് പ്രോഫിറ്റ്. ഇനിയിപ്പോൾ നമ്മൾ വിചാരിക്കുക ഈ സൈഡാണ് കൂടുതലുള്ളതെങ്കിൽ, ഈ സൈഡ് കൂടുതൽ ആണെങ്കിൽ ഇതിങ്ങോട്ട് മാറ്റി എഴുതും. എന്നിട്ട് കുറവുള്ള സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വരുന്നത്. ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ എങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും, ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ എങ്കിൽ ഗ്രോസ് ലോസും ആയിരിക്കും. ഇവിടെ എന്താണ്,
ഡെബിറ്റ് സൈഡിലാണ് ബാലൻസിങ് ഫിഗർ വന്നത്, അതുകൊണ്ട് തന്നെ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇനി ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ട്രേഡിംഗ് അക്കൗണ്ട് ഇവിടെ കംപ്ലീറ്റഡ് ആയി. അപ്പം ഇനി എന്താണ് ഗ്രോസ് പ്രോഫിറ്റ് B/D, അതായത് ബ്രോഡ് ഡൗൺ ചെയ്ത് ഇവിടെയുള്ള ഗ്രോസ് പ്രോഫിറ്റിനെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്ത് എഴുതുകയാണ് 30,000. ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത് എന്തായിരിക്കും? ഇൻഡയറക്റ്റ് ഇൻകംസും ഇൻഡയറക്റ്റ് എക്സ്പെൻസും. ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, ഇൻകംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്രെഡിറ്റ് സൈഡിലും എഴുതുന്നു. അപ്പം എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിലും ഇൻകംസ് എല്ലാം ക്രെഡിറ്റ് സൈഡിലും എഴുതിയിട്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അപ്പം എക്സ്പെൻസുകൾ നമുക്ക് നോക്കാം. ഫസ്റ്റിൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കുറേ എക്സ്പെൻസുകൾ നമ്മൾ ചെയ്തതാണ്, നോക്കി വെച്ചതാണ്. ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, അതേപോലെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ് ഉണ്ട്, സാലറീസ്, റെൻറ്റ്, ടാക്സസ്, ഇതെല്ലാം ഏതിലേക്ക് എടുത്തെഴുതേണ്ടതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പം അത് നമ്മൾ എടുത്തെഴുതുന്നു. ഹൗസ് ഹോൾഡ് എക്സ്പെൻസസ് 5,000. പിന്നെ സാലറീസ്, ഈ സാലറീസ് നമ്മൾ എഴുതുമ്പം ഈ എക്സ്പെൻസുകൾക്കെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ നോക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ എമൗണ്ട് എഴുതാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ പറയുന്നുണ്ട് എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് വെർ സാലറി ആൻഡ് റെൻറ്റ്. അപ്പം സാലറിക്കും റെൻറ്റിനും എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഉണ്ട്. ഇപ്പം നമ്മൾ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത സമയത്ത് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ് എന്ത്? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. എക്സ്പെൻസിൻ്റെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ, അതായത് കൊടുക്കാനുള്ള ചിലവിനെയാണ് എന്ത് പറയുന്നത്? കൊടുക്കാൻ ബാക്കിയുള്ള എക്സ്പെൻസിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പം ശരിക്കും എക്സ്പെൻസ് നമ്മൾ കാണിക്കണമെങ്കിൽ അതിനോട് കൂടിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ്ങും ആഡ് ചെയ്യണം. അപ്പം സാലറിനോട് കൂടിയിട്ട് 400 ആഡ് ചെയ്യണം, അതേപോലെ റെൻറ്റിനോട് കൂടിയിട്ട് 300 ആഡ് ചെയ്യണം. അപ്പം സാലറീസ് എമൗണ്ട് എത്രയാണെന്ന് നോക്കുക, 2,000. ഔട്ട്സ്റ്റാൻഡിങ് ആവുന്ന സമയത്ത് ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഷോർട്ടാക്കിയിട്ട് എഴുതിയതാണ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് എത്രയാണ്? 400. അപ്പം നമുക്ക് ടോട്ടൽ ഇങ്ങോട്ട് മാറ്റി എഴുതാം, 2,400. അതേപോലെ തന്നെ റെൻറ്റ് എമൗണ്ടും 800 ആണ് റെൻറ്റിൻ്റെ എമൗണ്ട്. അതിലും എന്തുണ്ട്? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ആണല്ലോ. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 300. ഇപ്പം 1,100. അപ്പം ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഏത് എക്സ്പെൻസിനോടാണോ ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് അത് ആഡ് ചെയ്തിട്ട്, ഇവിടെ സാലറിയുടെ ഔട്ട്സ്റ്റാൻഡിങ് 400 ഉള്ളത് കൊണ്ട് സാലറീൻ്റെ എമൗണ്ടിനോട് കൂടിയിട്ട് 400 ആഡ് ചെയ്തു. അതേപോലെ റെൻറ്റിന് ഔട്ട്സ്റ്റാൻഡിങ് ഉള്ളത് കൊണ്ട് റെൻറ്റിൻ്റെ എമൗണ്ടിനോട് കൂടിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്, പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ടാക്സസ് ആൻഡ് ഇൻഷുറൻസ്, അതും എന്താണ് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടോ നോക്കണം. ഇൻഷുറൻസ് വെർ പ്രീപെയ്ഡ് ടു എക്സ്റ്റെൻഡ് 150. ഇൻഷുറൻസിനും ഉണ്ട് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്? എന്താ പറയുന്നത്? പ്രീപെയ്ഡ് എക്സ്പെൻസ് ആണെങ്കിൽ ലെസ് പ്രീപെയ്ഡ്, ആ എക്സ്പെൻസിൽ നിന്നും പ്രീപെയ്ഡ് ആണെങ്കിൽ ലെസ് ചെയ്യണം, ഔട്ട്സ്റ്റാൻഡിങ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അതായത് മുന്നിലെ കൊടുത്ത് വെച്ചിട്ടുള്ള എക്സ്പെൻസ് ആണെങ്കിൽ അത് ഈ വർഷത്തേക്ക് വേണ്ടതല്ല, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? ഇതിൽ നിന്നും മൈനസ് ചെയ്തിട്ട് എഴുതണം. ടാക്സസ് ആൻഡ് ഇൻഷുറൻസ് എമൗണ്ട് 400 ആണ്. അതിൽ നിന്ന് പ്രീപെയ്ഡ് ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ലെസ് ചെയ്യുന്നത്, ലെസ് പ്രീപെയ്ഡ്, അത് ഓർത്ത് വെക്കണം. ഔട്ട്സ്റ്റാൻഡിങ് ആഡും പ്രീപെയ്ഡ് ലെസ്സും, ലെസ് 150. അപ്പം നെറ്റ് എമൗണ്ട് 250 ആയിരിക്കും അതിൻ്റെ എമൗണ്ട് വരുന്നത്. പിന്നെ നമ്മൾ എക്സ്പെൻസിലുള്ളത് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് വേറെ എന്തൊക്കെയാണ്? പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ്. ഇതിനൊന്നും അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതിയാൽ മതി. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയും അഡ്ജസ്റ്റ്മെൻറ്റ്സും. പ്രിൻറ്റിങ് ആൻഡ് സ്റ്റേഷനറിയുടെ എമൗണ്ട് 1,000. അതേപോലെ അഡ്വർടൈസ്മെൻറ്റ്, ഇതൊക്കെ എക്സ്പെൻസുകളാണ്. അഡ്വർടൈസ്മെൻറ്റ് 600.
അഡ്വർടൈസ്മെൻറ്റ് 600. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കണം. പിന്നെ നമ്മൾ ഇവിടെ വേറെ 2 ഐറ്റം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ടിക്ക് ചെയ്തതാണ്. എന്തൊക്കെ? കമ്മീഷൻ റിസീവ്ഡും ഇൻട്രസ്റ്റ് റിസീവ്ഡും. ഇത് എക്സ്പെൻസ് അല്ല, എന്താണ്? കിട്ടി എന്നാണ് പറയുന്നത്, റിസീവ്ഡ് എന്നാണ്. അപ്പം ഇതെന്തായിരിക്കും? ഇൻകം ആയിരിക്കും. അപ്പം എന്തെങ്കിലും ഇൻഡയറക്റ്റ് ഇൻകംസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. എമൗണ്ട് ഇവിടെ ബാലൻസ് തന്നെ നോക്കിയാൽ അറിയാം ഇതെന്താണ്? ക്രെഡിറ്റ് ബാലൻസ് ആണ്. അപ്പം ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ക്രെഡിറ്റിൽ എഴുതണം. ഇവിടെ ഡെബിറ്റിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും, അങ്ങനെ ഓർത്ത് വെച്ചാലും മതി. എക്സ്പെൻസുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. എക്സ്പെൻസ് ആണോ ഇൻകം ആണോ എന്നറിയാൻ വേണ്ടിയിട്ട് ട്രയൽ ബാലൻസിൻ്റെ ഏത് സൈഡിലാണ് എമൗണ്ട് ഉള്ളത് നോക്കിയാൽ മതി. ഡെബിറ്റ് സൈഡിലാണ് എമൗണ്ട് എങ്കിൽ അത് എക്സ്പെൻസ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് എങ്കിൽ അത് ഇൻകംസ് ആയിരിക്കും. അത് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റ്. അപ്പം ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം അത് ഇൻകം ആണെന്നുള്ളത്. ഡെബിറ്റ് സൈഡിലാണെങ്കിൽ എക്സ്പെൻസ് ആണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ് രണ്ടും എന്ത് തന്നെയാണ്? ക്രെഡിറ്റ് സൈഡിലാണ് എമൗണ്ട് തന്നത്, അതുകൊണ്ട് തന്നെ ഇൻകം ആണ്. ഇൻകം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ റിസീവ്ഡ് എന്ന് പറയും. ഇപ്പോൾ കമ്മീഷൻ മാത്രമാണ് തന്നതെങ്കിലും നമുക്ക് ഈ എമൗണ്ട് നോക്കിയിട്ട് മനസ്സിലാക്കാം ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്നുള്ളത്. അപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എഴുതുന്നു കമ്മീഷൻ, അതേപോലെ ഇൻട്രസ്റ്റ്. കമ്മീഷനും ഇൻട്രസ്റ്റും. കമ്മീഷൻ 600ഉം ഇൻട്രസ്റ്റ് 200ഉം. ഇത്രയും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഓരോന്നും നോക്കുന്ന സമയത്ത് ബാലൻസ് ഷീറ്റിൽ അസറ്റ് ആണോ ലയബിലിറ്റി ആണോ എന്നൊക്കെ നോക്കിയാൽ അറിയാം എന്തൊക്കെ എക്സ്പെൻസുകൾ. ഇവിടെ ഹൗസ് ഹോൾഡ് എക്സ്പെൻസ്, സാലറി, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, പിന്നെ കമ്മീഷൻ റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി, അഡ്വർടൈസ്മെൻറ്റ്. ഇനി നമ്മൾ പറഞ്ഞു വേറെ എന്തെങ്കിലും ഐറ്റം ഈ അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ളതെല്ലാം 2 സ്ഥലത്ത് വരണം. ഒന്ന് ബാലൻസ് ഷീറ്റിലും അല്ലെങ്കിൽ പിന്നെ വേറൊന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പം എല്ലാം വന്നിട്ടുണ്ടോ നോക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കണം. ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്തു. പിന്നെ നെക്സ്റ്റ് ഡിപ്രീസിയേറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറി 5%, ബിൽഡിംഗ് 3%. ഇത് എവിടെയും നമ്മൾ എടുത്തിട്ടില്ല ഇതുവരെ. ബാലൻസ് ഷീറ്റിൽ നമ്മൾ പറഞ്ഞ 2 സ്ഥലത്തേക്ക് വരണമെങ്കിൽ ഒന്ന് ബാലൻസ് ഷീറ്റിലും ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കും. ഇപ്പോൾ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്ന എക്സ്പെൻസ് ആക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കുന്നത്. അപ്പം ഡിപ്രീസിയേഷന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. ഡിപ്രീസിയേഷൻ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ഡിപ്രീസിയേഷൻ ഇവിടെ 2 അസറ്റുകൾക്കാണ് പറയുന്നത്. ഒന്ന് പ്ലാന്റ് ആൻഡ് മെഷീനറിയും ഒന്ന് ബിൽഡിങ്ങും. പ്ലാന്റ് ആൻഡ് മെഷീനറി, ബിൽഡിംഗ്. എത്രയാണോ തേയ്മാനം സംഭവിച്ചിട്ടുള്ളത് ആ എമൗണ്ട് മാത്രം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി. അപ്പം ബിൽഡിങ്ങിൻ്റെത് എത്രയാണ് പറയുന്നത്? മെഷീനറിയുടേത് 5% ആണ് പറയുന്നത്, ബിൽഡിങ്ങിൻ്റെത് 3%. അപ്പോൾ മെഷീനറിയുടെ വാല്യൂ എത്രയാണ് നോക്കണം. മെഷീനറിക്ക് 10,000 ആണ് എമൗണ്ട്. ഇപ്പോൾ 10,000ൻ്റെ 5% കാണണം. അതേപോലെ ബിൽഡിങ്ങിൻ്റെ എമൗണ്ട് 5,000 ആണ്. അപ്പോൾ 5,000ൻ്റെ 3% കാണണം. അപ്പം മെഷീനറിക്ക് 10,000 ഇൻറ്റു 5/100. അതേപോലെ അപ്പം എത്രയാണ് നോക്കണം. 10% ഇത് 500 ഉണ്ടാവും. ഇനി ഒന്നിച്ച് കൂട്ടി എഴുതിയാലും മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കോളത്തിലേക്ക് മാറ്റി എഴുതിയാലും മതി. ബിൽഡിങ്ങിൻ്റെത് വരുന്നത് 5,000 ആണ് ബിൽഡിങ്ങിൻ്റെ വാല്യൂ. 5,000 ഇൻറ്റു 3/100. ഇപ്പോൾ 5% ആയതുകൊണ്ട് മെഷീനറിയുടെ വില 10,000 ആണ്. അതിൻ്റെ 5% കണ്ടു. ഇനി 5,000ൻ്റെ 3% ആണ് ബിൽഡിങ്ങിന്. അപ്പോൾ 3% എന്ന് പറയുമ്പം 150 വരും. അപ്പോൾ ഈ ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് മാത്രം ഏതിലേക്ക് കാണിച്ചാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കാണിച്ചാൽ മതി. അപ്പോൾ ഡിപ്രീസിയേഷനും നമ്മൾ എടുത്തു. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി, സാലറി, റെൻറ്റ്, അതും നമ്മൾ സാലറിനോട് കൂടിയിട്ടും റെൻറ്റിനോട് കൂടിയിട്ടും ആഡ് ചെയ്തു. പിന്നെ ഇൻഷുറൻസ് പ്രീപെയ്ഡ് 150, അതും എന്ത് ചെയ്തു? ഇൻഷുറൻസിൽ നിന്നും ലെസ് ചെയ്തു. പിന്നെ മേക്ക് എ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെബ്റ്റ്സ് 5%, റൈറ്റ് ഓഫ് 300 ആസ് ബാഡ് ഡെബ്റ്റ്സ്. ഇത് രണ്ടും നമ്മൾ എടുത്തിട്ടില്ല. അപ്പം ഏതിനോട് കൂടിയിട്ടാണ് ഇതെല്ലാം കാണുന്നത്? ബാഡ് ഡെറ്റ്സ് നമുക്കറിയാം കിട്ടാക്കടം എന്നാണ്. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ എടുക്കേണ്ട ഐറ്റമാണ് ബാഡ് ഡെറ്റ്സ്.
ഇപ്പം ബാഡ് ഡെറ്റ്സ് നമ്മൾ 300 എടുക്കും. അതേപോലെ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ്, ഇത് കാണുന്നത് ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് കാണുന്നത്. ഈ ബാഡ് ഡെറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം അത് നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ആ ഒരു ക്ലാസ് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പം ബാഡ് ഡെറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഡെപ്റ്റേഴ്സിൻ്റെ മുകളിലാണ് 5% കാണുന്നത്. അത് കാണുന്ന സമയത്ത് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ് നോക്കണം. അതിൽ നിന്നും ഈ ഫർദർ ബാഡ് ഡെറ്റ്സ് മൈനസ് ചെയ്യുക. ഈ ചെയ്തതിൻ്റെ ശേഷം ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിൻ്റെ 5% ആണ് ഇത് ഈ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം ഈ അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന പ്രൊവിഷൻ എന്താണ്? ന്യൂ പ്രൊവിഷനാണ്. അപ്പം നമ്മളവിടെ പ്രൊവിഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ബാഡ് ഡെറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓൾഡ് പ്രൊവിഷനും പറയുന്നുണ്ട്, ന്യൂ പ്രൊവിഷനും പറയുന്നുണ്ട്. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിൽ തരുന്ന പ്രൊവിഷൻ എന്താണ്? ന്യൂ പ്രൊവിഷൻ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാം. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് നോക്കാം. ബാഡ് ഡെറ്റ്സിൻ്റെത് ബാഡ് ഡെപ്റ്റ്സ്, ബാഡ് ഡെറ്റ്സിൻ്റെ എമൗണ്ട് എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്, 300 ആണ് ബാഡ് ഡെറ്റ്സ് എന്ന് പറഞ്ഞിട്ട്. ബാഡ് ഡെറ്റ്സ് ആഡ് ന്യൂ പ്രൊവിഷൻ, ആഡ് ന്യൂ പ്രൊവിഷൻ, ആഡ് ന്യൂ പ്രൊവിഷൻ കാണാൻ വേണ്ടിയിട്ട് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് എത്രയാണ് നോക്കണം. ഡെപ്റ്റേഴ്സ് എത്രയാണ്? 15,200 ആണ് ഡെപ്റ്റേഴ്സ്. അതിൽ നിന്നും എന്ത് ചെയ്യണം? ഈ ഫർദർ ബാഡ് ഡെറ്റ്സ് മൈനസ് ചെയ്യണം. ലെസ് ഫർദർ ബാഡ് ഡെറ്റ്സ് ലെസ് ചെയ്യുന്നു, 300 ലെസ് ചെയ്യുന്നു. അപ്പം എത്രയുണ്ടാവുക? 14,900. ഈ 14,900ൻ്റെ മുകളിലാണ് ന്യൂ പ്രൊവിഷൻ എന്ത് ഇവിടെ 5% എന്ന് പറയുന്നത്. ആ 5% കാണേണ്ടത് ഇൻറ്റു 5/100 ഇൻറ്റു 5/100 ചെയ്തിട്ടുണ്ടെങ്കിൽ 745 കിട്ടും. അപ്പോൾ ഇവിടെ ന്യൂ പ്രൊവിഷൻ കാണുന്ന സമയത്ത് ബാഡ് ഡെറ്റ്സ് എത്രയാണ് നോക്കണം. അതിനോട് കൂടിയിട്ട് ഡെപ്റ്റേഴ്സിൽ നിന്നും ഈ ഫർദർ ബാഡ് ഡെറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന ബാഡ് ഡെറ്റ്സ് മൈനസ് ചെയ്തതിൻ്റെ ശേഷം കിട്ടുന്ന എമൗണ്ടിൻ്റെ മുകളിൽ 5% കാണുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഇവിടേക്ക് മാറ്റി എഴുതാം. ഇതാണ് ബാഡ് ഡെറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ. അപ്പം ഇത് ന്യൂ പ്രൊവിഷനാണ്, ഇത് ഫർദർ ബാഡ് ഡെറ്റ്സ് ആണ്. ഫർദർ ബാഡ് ഡെറ്റ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ 300 എടുത്തു. അതിനോട് കൂടിയിട്ട് എന്ത് ചെയ്യാം? ഈ 5% ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുന്ന സമയത്ത് ഡെപ്റ്റേഴ്സ് എമൗണ്ട് ആണ് 15,200. അതിൽ നിന്നും ഈ ബാഡ് ഡെറ്റ്സ് ഫർദർ ബാഡ് ഡെറ്റ്സ് മൈനസ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട്, ഈ എമൗണ്ടിൻ്റെ 5% ആണ് ന്യൂ പ്രൊവിഷൻ. ആ ന്യൂ പ്രൊവിഷനും ബാഡ് ഡെറ്റ്സും കൂടി ആഡ് ചെയ്തിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതി. അപ്പം എന്തൊക്കെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നുള്ളത് ശരിക്കും മനസ്സിലാക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്യും? ഇപ്പം ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന സംഭവങ്ങളെല്ലാം നമ്മൾ എന്തെടുത്തു? ട്രേഡിങ്ങിലോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം എവിടെയെങ്കിലും വന്നിട്ടില്ലെങ്കിൽ അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിർബന്ധമായിട്ടും വരണം. എന്നാലേ നമുക്ക് ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവുന്നുള്ളൂ. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് കറക്റ്റായിട്ട്. ഇനി എന്ത് ചെയ്യണം? ഇതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നു. കൂടുതലുള്ള സൈഡ് ആദ്യം എടുത്തെഴുതുന്നു. 30,800 ആണ് ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. അത് തന്നെ എന്ത് ചെയ്യുക? ഡെബിറ്റ് സൈഡിലേക്കും മാറ്റി എഴുതുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ എത്രയാണ് നമ്മൾ ഈ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടിൽ നിന്ന് ഡെബിറ്റ് സൈഡിലെ എല്ലാ എമൗണ്ടുകളും മൈനസ് ചെയ്ത് കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഇങ്ങനെ മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ എമൗണ്ട് ആയിരിക്കും കിട്ടുന്നത് 23,755. ഇതാണ് എന്ത്? ഇങ്ങനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കിട്ടുന്ന ബാലൻസ് അല്ലെങ്കിൽ ഈ പ്രോഫിറ്റിന് നമ്മൾ എന്താ പറയുക? നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് നെറ്റ് പ്രോഫിറ്റ്. ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്ത് കിട്ടുന്ന പ്രോഫിറ്റാണ് എന്ത്? ഗ്രോസ് പ്രോഫിറ്റ്. അപ്പോൾ ഇത് ഗ്രോസ് പ്രോഫിറ്റും ഇത് നെറ്റ് പ്രോഫിറ്റും ആണ്. നെറ്റ് പ്രോഫിറ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഇൻഡയറക്റ്റ് ഇൻകം എല്ലാം ക്രെഡിറ്റ് സൈഡിൽ എഴുതി, എക്സ്പെൻസുകളെല്ലാം ഡെബിറ്റ് സൈഡിൽ എഴുതി, ലാസ്റ്റ് എന്ത് ചെയ്തു? അക്കൗണ്ട് ബാലൻസ് ചെയ്തു. കിട്ടുന്ന പ്രോഫിറ്റ് നെറ്റ് പ്രോഫിറ്റ്. ഇത്രയുമാണ് ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വരുന്നത്. ഇനി നമുക്ക് ബാലൻസ് ഷീറ്റിലേക്ക് കിടക്കാം. ബാലൻസ് ഷീറ്റിൽ നമുക്കറിയാം അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡുമാണ്
ഉണ്ടാവുക. അതേപോലെ നമ്മൾ ഡേറ്റ് നിർബന്ധമായിട്ടും കൊടുക്കണം. ബാലൻസ് ഷീറ്റ് ആസ് ഓൺ 31 ഡിസംബർ. നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എല്ലാ അസറ്റുകളും അസറ്റ് സൈഡിൽ എടുക്കണം, ലയബിലിറ്റീസ് എല്ലാം ലയബിലിറ്റി സൈഡിൽ എടുക്കണം. അസറ്റ്സ് നമുക്കറിയാം, ഫസ്റ്റ് ബിൽഡിങ്ങിന് 5,000 ആണ് എമൗണ്ട്. അപ്പം അസറ്റുകൾ എഴുതുന്ന സമയത്ത് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? ഈ അസറ്റിൽ നിന്ന് മൈനസ് ചെയ്തതിൻ്റെ ശേഷം മാത്രം എമൗണ്ട് കോളത്തിലേക്ക് മാറ്റണം. ലെസ് ഡിപ്രീസിയേഷൻ. നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ ഡിപ്രീസിയേറ്റഡ് എമൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബിൽഡിങ്ങിൻ്റെത് 150 എഴുതിയതാണ്. ആ 150 ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഡിപ്രീസിയേഷൻ ആയിട്ട് ബിൽഡിങ്ങിൻ്റെത് മൈനസ് ചെയ്യുന്നത്. അപ്പം 4,0850 ആണ് ഡിപ്രീസിയേഷൻ. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ എല്ലാ എമൗണ്ടും ഇങ്ങോട്ട് മാറ്റുന്നില്ല. ഡിപ്രീസിയേഷൻ സംഭവിച്ചിട്ടുള്ളത് മൈനസ് ചെയ്തതിൻ്റെ ശേഷം എന്ത് ചെയ്യുക? എമൗണ്ട് മാറ്റി എഴുതുക. അതേപോലെ തന്നെ മെഷീനറിക്കും ഉണ്ട് ഡിപ്രീസിയേഷൻ. മെഷീനറി വാല്യൂ 10,000 ആണ്. അതിൽ നിന്നും എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്യണം. ലെസ് ഡിപ്രീസിയേഷൻ 500. അപ്പം എമൗണ്ട് 9,500. അപ്പം ഏത് അസറ്റിനാണോ ഡിപ്രീസിയേഷൻ സംഭവിച്ചത് ആ അസറ്റിൻ്റെ വാല്യൂ ഡയറക്റ്റ് എഴുതാൻ പാടില്ല. ഡിപ്രീസിയേറ്റഡ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചെയ്ത് വെച്ചു, എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് ആ കിട്ടിയ എമൗണ്ട് ഇവിടെ എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് കാണിക്കണം. പിന്നെ നമ്മൾ ഇതിൽ എന്തൊക്കെയാണോ നമുക്ക് തന്നിട്ടുള്ളത് അതെല്ലാം അസറ്റുകളെല്ലാം എന്ത് ചെയ്യണം? നമ്മൾ ഇതിലേക്ക് മാറ്റി എഴുതണം. ഇവിടെ നമുക്കറിയാം ക്യാഷ് അറ്റ് ബാങ്ക് ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്, അസറ്റാണ്. അതേപോലെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ വരുന്നതാണ്. പിന്നെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ പറഞ്ഞു ബാലൻസ് ഷീറ്റിൽ, ട്രേഡിംഗ് അക്കൗണ്ടിലും ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതുന്നതെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ ബിൽസ്, ഡെപ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ ക്രെഡിറ്റേഴ്സ് ഉണ്ട്. ഡെപ്റ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ക്രെഡിറ്റേഴ്സ് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലുമാണ് എടുക്കുന്നത്. അപ്പം ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഏതാന്നൊക്കെ ഉള്ളത് നമ്മൾ അനലൈസ് ചെയ്തതാണ്. ഡെപ്റ്റേഴ്സ് എമൗണ്ടും ഇത് ക്രെഡിറ്റേഴ്സ് എമൗണ്ടുമാണ്. അതേപോലെ ഇത് ബിൽസ് റെസീവബിളും ബിൽസ് പേയബിളും. അപ്പം അസറ്റ് സൈഡിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കണം. ബിൽസ് റെസീവബിൾ എമൗണ്ട് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് എടുത്തെഴുതിയാൽ മതി, ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇല്ല. പിന്നെ ക്യാഷ് അറ്റ് ബാങ്ക് 10,000. പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ് 5,000. അതേപോലെ ക്ലോസിംഗ് സ്റ്റോക്കും എന്താണ്? ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എടുക്കുന്നതാണ് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് 25,000. പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് 6,000. പിന്നെ നമ്മൾ പറഞ്ഞു ഡെപ്റ്റേഴ്സിൻ്റെതാണ് പിന്നെ ഇതിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഡെപ്റ്റേഴ്സിന് എന്തുണ്ട്? ഫെർദർ ബാഡ് ഡെറ്റ്സ് ഉണ്ട്, ന്യൂ പ്രൊവിഷനും ഉണ്ട്. അത് രണ്ടും എന്ത് ചെയ്യണം? ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്ന് ബാലൻസ് ഷീറ്റിൽ മൈനസ് ചെയ്യണം. ലെസ് ഫെർദർ ബാഡ് ഡെറ്റ്സ് 300 മൈനസ് ചെയ്യുന്നു. ഫെർദർ ബാഡ് ഡെറ്റ്സ് മൈനസ് ചെയ്യുന്നു 14,900. നമ്മൾ ന്യൂ പ്രൊവിഷൻ കാണുക എങ്ങനെയാണ്? ഡെപ്റ്റേഴ്സിൽ നിന്ന് ഫെർദർ ബാഡ് ഡെറ്റ്സ് കുറച്ചിട്ട് കിട്ടുന്ന എമൗണ്ടിൻ്റെ 5% ആയിരുന്നു ന്യൂ പ്രൊവിഷൻ കണ്ടിട്ടുള്ളത്. ആ ന്യൂ പ്രൊവിഷനും എന്ത് ചെയ്യണം? ഇവിടെ മൈനസ് ചെയ്യണം. ലെസ് ന്യൂ പ്രൊവിഷൻ എമൗണ്ട് നമ്മൾ അവിടെ കണ്ടുവച്ചതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ. ഈ രണ്ട് എമൗണ്ടും നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചതാണ്. ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇത് രണ്ടും ആഡ് ചെയ്തതായിരുന്നു. എന്നാൽ ബാലൻസ് ഷീറ്റിൽ ഡെപ്റ്റേഴ്സിൽ നിന്ന് ഇത് രണ്ടും എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് എഴുതണം. അതായത് ഫെർദർ ബാഡ് ഡെറ്റ്സ് മൈനസ് ചെയ്യണം, ന്യൂ പ്രൊവിഷനും മൈനസ് ചെയ്യണം. പിന്നെ നമ്മൾ പറഞ്ഞു പ്രീപെയ്ഡ് എക്സ്പെൻസ് പറഞ്ഞിട്ടുള്ള 150. ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റിൽ വരാൻ കാരണം മുൻകൂട്ടി കൊടുത്ത് വെച്ചിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അത് അസറ്റാണ്. അത് ഈ വർഷത്തേക്ക് വേണ്ടതല്ല, നെക്സ്റ്റ് ഇയറിലേക്കൊക്കെ കൊടുത്ത് വെച്ചതായിരിക്കും. അതുകൊണ്ട് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അസറ്റ് സൈഡിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ലയബിലിറ്റി സൈഡിലുമാണ് എടുക്കുന്നത്.
അത് ഓർത്ത് വെക്കുക. പ്രീപെയ്ഡ് എക്സ്പെൻസ് അസറ്റ് സൈഡിലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ലയബിലിറ്റി സൈഡിലും. അപ്പോൾ നമ്മൾ അസറ്റുകളെല്ലാം എഴുതി, ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള അസറ്റുകൾ അസറ്റ് എഴുതി, ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്തതിൻ്റെ ശേഷമാണ് മാറ്റി എഴുതിയത്. പിന്നെ ഡെപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചെയ്യണം, ബാഡ് ഡെറ്റ്സ് ഉണ്ടെങ്കിലും ന്യൂ പ്രൊവിഷൻ ഉണ്ടെങ്കിലും മൈനസ് ചെയ്തിട്ട് എഴുതണം. പിന്നെ ലയബിലിറ്റി സൈഡിൽ വരുന്ന അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ലയബിലിറ്റി സൈഡിൽ നമ്മൾ ക്യാപിറ്റൽ എഴുതുന്ന സമയത്ത് ക്യാപിറ്റൽ എത്രയാണോ അതിനോട് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അത് ആഡ് ചെയ്യണം. നെറ്റ് ലോസ് ആണെങ്കിൽ 45,000 ആണ്. നെറ്റ് ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും മൈനസ് ചെയ്യണം. ആഡ് നെറ്റ് പ്രോഫിറ്റ് ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്ത സമയത്ത് കിട്ടിയത്. നെറ്റ് പ്രോഫിറ്റ് ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ട് എന്ത് ചെയ്യണം, ഈ ക്യാപിറ്റലിനോട് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യണം. എന്നാൽ നെറ്റ് ലോസ് ആണെങ്കിൽ എന്താ ചെയ്യുക, ക്യാപിറ്റലിൽ നിന്നും നെറ്റ് ലോസ് മൈനസ് ചെയ്യണം. ഇവിടെ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിലും ക്യാപിറ്റലിനോട് കൂടിയിട്ട് ആഡ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഡ്രോയിങ്സ് ഉണ്ടെങ്കിലോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉണ്ടെങ്കിലോ ഒക്കെ എന്താ ചെയ്യുന്നത്, ഇവിടെ നിന്നും ലെസ് ചെയ്യും. ഇവിടെ അതൊന്നും ഇല്ല, ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ ഈ നെറ്റ് പ്രോഫിറ്റ് ഇത് ആഡ് ചെയ്തതിൻ്റെ ശേഷം ലെസ് ഡ്രോയിങ്സ് ലെസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നുണ്ട്. എന്നാൽ നമ്മൾ ക്വസ്റ്റ്യനിൽ ഡ്രോയിങ്സ് ഇല്ലാത്തത് കൊണ്ട് അത് എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറഞ്ഞു ഔട്ട്സ്റ്റാൻഡിങ് സാലറി, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള ചിലവ് ആണ് നമ്മൾ പറഞ്ഞു. അതെന്താണ്, ലയബിലിറ്റി ആണ്, കൊടുത്ത് തീർക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ 2 ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, സാലറി, റെൻറ്റ്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ചതാണ് 400ഉം 300ഉം. ഔട്ട്സ്റ്റാൻഡിങ് സാലറി ഔട്ട്സ്റ്റാൻഡിങ് റെൻറ്റ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിച്ച അതേ എമൗണ്ട് എന്ത് ചെയ്യണം, ഇവിടേക്ക് ലയബിലിറ്റി ആക്കിയിട്ട് എഴുതണം. പിന്നെ ലയബിലിറ്റി ഉള്ളത് ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സുമാണ്. അത് ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ബിൽസ് പേയബിൾ ക്രെഡിറ്റേഴ്സ് 3000ഉം അതേപോലെ 12,000. ഇത്രയാണ് ലാബിലിറ്റീസ്. ക്യാപിറ്റൽ എഴുതുന്നു, ക്യാപിറ്റലിനോട് കൂടി നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ കൂട്ടി എഴുതുന്നു, നെറ്റ് ലോസ് ആണെങ്കിൽ മൈനസ് ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. ഡ്രോയിങ്സോ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സോ ഉണ്ടെങ്കിൽ ലെസ് ചെയ്യണം. അതൊന്നും ഈ ക്വസ്റ്റ്യനിലില്ല. പിന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ലാബിലിറ്റിയാണ്. ഈ 2 ലാബിലിറ്റി 400ഉം 300ഉം കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ലാബിലിറ്റി സൈഡിൽ എഴുതി. പിന്നെ ബിൽസ് പേയബിൾ, ബില്ലിൻ്റെ എമൗണ്ട് കൊടുക്കാനുള്ളതും ലാബിലിറ്റിയാണ്. ലാബിലിറ്റി മീൻസ് ബാധ്യത. പിന്നെ ക്രെഡിറ്റേഴ്സ്, ഗുഡ്സുകളൊക്കെ വാങ്ങി ആരുടെ നിന്നെങ്കിലോ സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുക. അപ്പോൾ ക്രെഡിറ്റേഴ്സിനും കൊടുത്ത് തീർക്കണം. അപ്പം അതുകൊണ്ട് എന്താണ്, ഇതും ലാബിലിറ്റിയാണ്. അപ്പം ഇത്രയാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും ലാബിലിറ്റി സൈഡിലും വരുന്നത്. ഇനി എന്ത് ചെയ്യണം, ഇത് 2 സൈഡും നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡും ലാബിലിറ്റി സൈഡും ഈക്വൽ ആവണം. ഈക്വൽ ആവുമ്പോഴാണ് നമ്മുടെ പ്രോബ്ലം ക്ലിയർ ആണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഈക്വൽ അല്ലെങ്കിൽ നമ്മൾ എവിടെയോ എന്തോ എടുക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പം ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവണം. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകളും കറക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ടിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫൈനൽ അക്കൗണ്ടിൽ വരുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ചെയ്തിട്ട് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പം നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഈ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് ആണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ഫോർവേഡ് ചെയ്യുന്നത്. ഏതിനോട് കൂടിയിട്ട്, ക്യാപിറ്റലിനോട് കൂടിയിട്ട് നെറ്റ് പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. നെറ്റ് ലോസ് ആണെങ്കിൽ ലെസ് ചെയ്യുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കിട്ടുന്ന ബാലൻസ് ഇങ്ങോട്ട് എടുക്കുന്നു. പിന്നെ ലാബിലിറ്റീസ് എല്ലാം ലാബിലിറ്റി സൈഡിൽ എഴുതുന്നു. എന്തൊക്കെ അസറ്റ്സുകളുണ്ടോ അതെല്ലാം അസറ്റ് സൈഡിൽ എഴുതുന്നു. അസറ്റ് എഴുതുന്ന സമയത്ത് ഏതെങ്കിലും അസറ്റിന് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യണം. അപ്പം അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇല്ലാത്ത അസറ്റുകൾ ഡയറക്റ്റ് എടുത്ത് എഴുതിയാൽ മതി. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാലൻസ് ഷീറ്റ് ഈക്വൽ ആവും. അപ്പം ഇത്രയാണ് നമ്മൾ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷനിൽ ഈ പ്രോബ്ലത്തിൽ വരുന്നത്. അപ്പം ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആയി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കമൻസുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഉപകാരപ്പെടുന്ന രീതിയിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് പുതിയ നല്ല നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും ഓരോ ക്ലാസ്സിലും